ഇന്ത്യ സഖ്യത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കി CPI നേതാവ് ആനി രാജ. സഖ്യം പേരിന് മാത്രം പോരാ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനത്തിൽ ജനങ്ങൾ നിരാശയിലാണെന്നും ആനി രാജ. ഇന്ത്യ സഖ്യമുണ്ടായത് മുതൽ ഇങ്ങോട്ടേക്ക് നടത്തിയ നമ്മൾ ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ക്രൂഷ്യലായി നമുക്ക് ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ, നേരങ്ങളിൽ, ഇടങ്ങളിൽ ആ രീതിയിൽ ഈ ഒരു മുന്നണിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉള്ള ഒരു റെസ്പോൺസ് ഈ ഇന്ത്യ അലയൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് CPIയുടെ വിലയിരുത്തൽ. പാർട്ടികൾ ഒരുമിച്ച് നിന്നാൽ, സത്യസന്ധമായി ഒരുമിച്ച് നിന്നാൽ സാധിക്കുമെന്ന് ജനം വിശ്വസിക്കുന്നു. ആ ജനങ്ങളുടെ ഇടയിലാണ് ഈ പാർട്ടികളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ജനത്തിനെ വീണ്ടും വീണ്ടും നിരാശപ്പെടുത്തുന്ന ഒരു സമീപനം ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലേ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്കുണ്ട്. റഷീദ് ബിൻ മുഹമ്മദ് വിശദാംശങ്ങളുമായി. റഷീദ്, ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയുടെ തുറന്നു പറച്ചിൽ എന്ന് വെച്ചാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ സഖ്യത്തിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സഖ്യത്തിലെ നേതൃത്വത്തെ നേരിട്ട് വിമർശിക്കുകയാണ് അനിരാജ്. ആരെയാണ് അനിരാജ് നേരിട്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നിർണായകമായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ യോഗം 8-ാം തീയതി, അതായത് ഞായറാഴ്ച ഡൽഹിയിൽ വെച്ച് ചേരുന്നത്. ഈ യോഗത്തിന് മുമ്പായാണ് ഇപ്പോൾ CPI അടക്കമുള്ള ഇടതു പാർട്ടികൾ കടുത്ത വിമർശനം കോൺഗ്രസിനെതിരെയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെയും പ്രവർത്തനങ്ങൾക്കെതിരെയും രൂക്ഷമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ പോലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രവർത്തനം നിലവിൽ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിട്ടില്ല. എല്ലാ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇന്ത്യ സഖ്യത്തിന് ആയിട്ടില്ല. പക്ഷേ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇന്ത്യ സഖ്യത്തിന് ആവുകയും ചെയ്യും. പക്ഷേ CPI അടക്കമുള്ള പാർട്ടികളുടെ നിലപാടുകൾ ഒന്നും തന്നെ കോൺഗ്രസ് അടക്കമുള്ള ആധിപത്യമുള്ള, അതായത് കോൺഗ്രസിനാണ് നിലവിൽ ഇന്ത്യ സഖ്യത്തിൽ ആധിപത്യമുള്ളത്, ഇത്തരം പാർട്ടികൾ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ എല്ലാ പ്രവർത്തനങ്ങളിലും, എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളിലും ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ ആളുകൾ കടുത്ത നിരാശയാണ് പങ്കുവെക്കുന്നത്. അത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. 8-ാം തീയതി നടക്കുന്ന യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ തങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കണോ എന്നുള്ള കാര്യം പാർട്ടി ദേശീയ നേതൃത്വം തന്നെ കൂട്ടായ ഒരു തീരുമാനമെടുക്കും. ഇതിനുശേഷമായിരിക്കും ഇതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. 8-ാം തീയതിയാണ് ഈ യോഗം നടക്കുന്നത്. ഈ യോഗത്തിന്റെ ഭാഗമായി ഈ യോഗത്തിൽ പങ്കുചേരണം എന്നുള്ളത് AICC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാലാണ് CPI നേതാക്കളെ നേരിട്ട് വിളിച്ച് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പല വിമർശനങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഇനി യോഗത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ പോലും CPI ഇതിലൊരു തീരുമാനമുണ്ടാവുക. എന്തായാലും യോഗത്തിന് പോണോ വേണ്ടയോ എന്നുള്ളത് അന്തിമമായി ഇനി പാർട്ടി നേതൃത്വമായിരിക്കും തീരുമാനിക്കുക. ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതായത് CPI അടക്കമുള്ള പാർട്ടികൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. തങ്ങളുടെ പല ആശയങ്ങളും കോൺഗ്രസ് അടക്കമുള്ള വലിയ ആധിപത്യം സൃഷ്ടിക്കുന്ന പാർട്ടികൾ കൈവരിക്കുന്നില്ല, അല്ലെങ്കിൽ മുഖവരിക്കെടുക്കുന്നതിൽ ഒരു പരാതി കൂടി ഇപ്പോൾ CPI മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും DMK അടക്കമുള്ള പാർട്ടികൾ ഇതിനോടകം, അതായത് കഴിഞ്ഞ ദിവസം DMK വ്യക്തമാക്കിയത് യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതായിരുന്നു. ഇത്തരത്തിൽ വലിയ ഒരു പ്രതിരോധത്തിലേക്ക് കൂടി ഇന്ത്യ സഖ്യം കടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് CPI അടക്കമുള്ള ഇടതു പാർട്ടികളെ കൃത്യമായി കേട്ടതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ കേട്ടാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ CPI എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിനകത്ത് കാര്യമായ അസ്വാരസ്യങ്ങൾ പുകയുകയാണ്. DMKക്ക് പിറകെ കാര്യമായ എതിർപ്പ് മുന്നോട്ട് വെക്കുന്നു CPIയും ഇതേ നിലപാട് നേരത്തെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് വരാനിരിക്കുന്ന ഇന്ത്യ സഖ്യയോഗത്തിൽ ആരൊക്കെ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥയാണ്. റഷീദ് ബിൻ മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ